കാലമായിട്ടാണ് ദേവിനെ പൂജിക്കുന്നത്. ഒരു ദിവസം 3 കാലം, അതാണ് ത്രികാല ഭഗവത് സേവനം. ശേഷം അഘോരഹോമം നടത്തും. അഘോരഹോമം നടത്തുന്നത് വെച്ചാന്ന് പറഞ്ഞാൽ ഈ ബാധകളിലേക്ക് ആവാഹിക്കണമെങ്കിൽ അഘോരഹോമം നടത്തിയിരിക്കണം. സുദർശനഹോമം മാത്രം പോരാ, അഘോരഹോമം ബാധ വേർപാടിന് കൃത്യമായിട്ട് അഘോരഹോമം നടത്തിയിരിക്കണം. മൃത്യുജോമം നടത്തിയിരിക്കുന്നത് നമുക്ക് കുടുംബത്തിൽ മൃത്യു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൃത്യുജയിക്കുക, അതാണ്. രാവിലെ ഗണപതിഹോമം, ഏതൊരു ക്രിയ ചെയ്താലും രാവിലെ ഹോമം ഗണപതിഹോമം കഴിഞ്ഞിട്ട് മറ്റു ഹോമാദി കാര്യങ്ങളും തടസ്സങ്ങളും വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കാനാണ്. ഇപ്പൊ കാലമായിട്ട് ഭഗവത്സേവ നടക്കുകയാണ്. ശേഷം വൈകുന്നേരം സുദർശന ഹോമം, സംഖ്യ ഇത്ര സംഖ്യ എന്നുണ്ട്, ഞാനൊന്നും നോക്കണം, എനിക്ക് തോന്നണം 1008 മഹാസുദർശനം, ലഘുസുദർശനം 3008 എന്നാണ് തോന്നുന്നത്. അത്രയും സംഖ്യ ഹോമിച്ചു കഴിയാൻ ആവാഹനയായി. ഇന്ന് ആവാഹിച്ചു മാറ്റണമെല്ലാം നാളെ സായുജ്യം കുടിക്കുകയാണ്. സായുജ്യം കൊടുക്കുക എന്ന് പറയാൻ മോക്ഷം കൊടുക്കുക എന്ന അർത്ഥം അല്ലെ. പിതൃദേവേഭ്യോ നമഃ, പിതൃ ദേവനായി മാറുകയാണ് അല്ലെ. നമ്മളെല്ലാം വിഷ്ണുവിന്റെ അംശങ്ങളാണെന്നാണ് പറയുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം അവസാനം ചെല്ലുന്നത് ശിവന്റെ ആട്ടാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ഇപ്പൊ നടന്നിരിക്കുന്നതെല്ലാം വിഷ്ണുവാണ്. അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. നമ്മളെല്ലാം വിഷ്ണുവാണ്. നമ്മൾ മരിച്ചാൽ ആരായി മാറുന്നു? വിഷ്ണുവായി തന്നെ മാറും. അതിന്റെ ഒരു അവസ്ഥയാണ് നാളെ സായുജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശേഷം വൈകുന്നേരം പ്രാസാശുദ്ധി, വാസ്തുവിധി, വാസ്തുഹോമം. പിറ്റേ ദിവസം ജീവനക്ഷത്രമായിട്ട് ആവാഹിച്ച് ഭഗവതിന് ബാലനത്തിലായിട്ട് പ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, രാവിലെ ചെയ്യേണ്ടതായിരുന്നു, ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് ചെയ്യാറുണ്ട്, ഗുരു ഗണപതി വന്ദനം, സങ്കല്പം ചെല്ലണം. അപ്പൊ നമ്മള് ഹിന്ദുവാചാരപ്രകാരം, ഹൈന്ദവാചാരപ്രകാരം നമ്മൾ ഏതൊരു ക്രിയ തുടങ്ങിയാലും എന്ത് ചെയ്താലും ഗുരുവാണ് ആദ്യം ചെയ്യുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യ അക്ഷരം മുതൽ പഠിപ്പിച്ചു തരുന്നത് ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കനെ ദേവനായിട്ട് കാണാനായിട്ടാണ് നമ്മുടെ ആചാരം, ഹൈന്ദവാചാരം പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വേറെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്ന അവസ്ഥ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഗുരുവന്ദനത്തിൽ തുടങ്ങിയത്. ഒരു ദക്ഷിണ ഉയർത്തി കൈ പിടിച്ചോളാം, എന്തെങ്കിലും പുഷ്പം കുറേശ്ശെ എല്ലാവർക്കും കൊടുത്തോളൂ കേട്ടോ. ചെറിയ ദക്ഷിണയും കൂടി അതിൻ്റെ അത്ര കൊടുക്കണം. ഇന്ന് നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് മനസ്സാൽ ധ്യാനിച്ചു. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാജ്ഞന ശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗുരവേ സർവലോകാനാം വിഷജേ സർവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തി നമഃ. ഈ വിളക്കിന്റെ വീട്ടിൽ ആ വിളക്കിന് ചോട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാം ഒന്നാണ്ട്, അതാണ് പ്രൊജക്ഷൻ ഗണപതി. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളൊന്നും ഉണ്ടാകില്ലേ. അത്രയും നമുക്ക് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യം മഴ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബാലാലയ പ്രതിഷ്ഠ വരെയും യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളൊന്നും സംഭവിക്കല്ലേ വിഘ്നേശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട്.